everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 42nd lecture on Strategic Cost and Management Accounting. This lecture is based on Standard Costing and Variance Analysis, which is the third module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing about historical costing and standard cost. And in this lecture, we are going to discuss about standard costing. Standard costing. When standard costs are used for the purpose of cost control, the technique is known as standard costing. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റ്സ് കോസ്റ്റ് കൺട്രോളിൻ്റെ പർപ്പസിനായിട്ട് യൂസ് ചെയ്യുമ്പോൾ the technique is known as standard costing. Standard costingൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. It is the preparation of standard costs and applying them to measure the variations from actual costs and analyzing the causes of variations with a view to maintain maximum efficiency in production. It is a technique which uses standards for costs and revenues for the purpose of control through variance analysis. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റ്സിൻ്റെ പ്രിപ്പറേഷൻ ആൻഡ് ഈ പ്രിപ്പയർ ചെയ്ത സ്റ്റാൻഡേർഡ് കോസ്റ്റ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ആക്ച്വൽ കോസ്റ്റിൽ നിന്നുള്ള വേരിയേഷൻസ് മെഷർ ചെയ്യുന്നത് ആൻഡ് ഈ വേരിയേഷൻസിൻ്റെ കോസസ് അനലൈസ് ചെയ്യുന്നത്. ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത് പ്രൊഡക്ഷനിൽ മാക്സിമം എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു വ്യൂവിലാണ്. ഈ ആക്ടിവിറ്റീസ് എല്ലാം കംപ്രൈസ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ടെക്നിക്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ആൻഡ് ഈ ടെക്നിക്ക് കോസ്റ്റ്സിനും റവന്യൂസിനും സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നു. ഈ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് കൺട്രോൾ ത്രൂ വേരിയൻസ് അനാലിസിസ്. വേരിയൻസ് അനാലിസിസ് വഴിയുള്ള കൺട്രോളിന് വേണ്ടിയിട്ടാണ് കോസ്റ്റ്സിനും റവന്യൂസിനും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രം ദ ഡെഫിനിഷൻ ഗിവൺ എബോവ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ടെക്നിക് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മേ കംപ്രൈസ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് ക്ലിയർ ആകുന്നുണ്ട് ടെക്നിക് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്തൊക്കെയാണ് കംപ്രൈസ് ചെയ്യുന്നതെന്നുള്ളത്. അത് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് വൺ, അസർടൈൻമെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്സ് അണ്ടർ ഈച്ച് എലമെന്റ് ഓഫ് കോസ്റ്റ്, ദാറ്റ് ഈസ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിന്റെ അസർടൈൻമെന്റ് ആണ് അണ്ടർ ഈച്ച് എലമെന്റ് ഓഫ് കോസ്റ്റ്. എലമെന്റ് ഓഫ് കോസ്റ്റ് നമുക്കറിയാം മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ് ആണ്. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും ഓവർഹെഡിൻ്റെയും സ്റ്റാൻഡേർഡ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നു. ദെൻ ദ സെക്കൻഡ് വൺ ഇസ് മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ കോസ്റ്റ്സ്. ആക്ച്വൽ കോസ്റ്റുകൾ മെഷർ ചെയ്യുന്നു. അതായത് ആക്ച്വലി എത്രയാണോ കോസ്റ്റുകളായത് ആ കോസ്റ്റുകൾ മെഷർ ചെയ്യുന്നു. ദെൻ ദ തേർഡ് വൺ, കമ്പാരിസൺ ഓഫ് ദ ആക്ച്വൽ കോസ്റ്റ്സ് വിത്ത് ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ദ വേരിയൻസസ്. അതായത് ആക്ച്വൽ കോസ്റ്റുകളെ സ്റ്റാൻഡേർഡ് കോസ്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്ത് വേരിയൻസസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ദെൻ ദ ഫോർത്ത് വൺ, analysis of variances for the purpose of ascertainment of reasons of variances for taking the appropriate action where necessary so that maximum efficiency may be achieved. ആക്ച്വൽ കോസ്റ്റിനെ സ്റ്റാൻഡേർഡ് കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് വേരിയൻസസ് കണ്ടെത്തുമെന്ന് പറഞ്ഞല്ലോ. ഈ വേരിയൻസിൻ്റെ അനാലിസിസ് നടത്തുന്നു. ഈ വേരിയൻസിൻ്റെ അനാലിസിസ് നടത്തുന്നത് വേരിയൻസസിൻ്റെ റീസൺസ് അസർട്ടൈൻ ചെയ്യാനും നെസസറി ആയിട്ടുള്ളിടത്ത് അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുക്കാനും അതുവഴി മാക്സിമം എഫിഷ്യൻസി അച്ചീവ് ചെയ്യാനും വേണ്ടിയാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കംപ്രൈസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇസ് എ ടെക്നിക് വിച്ച് ഇസ് കോംപ്ലിമെൻ്ററി ടു ദ ആക്ച്വൽ കോസ്റ്റിംഗ് ഓർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് സിസ്റ്റം. ആക്ച്വൽ കോസ്റ്റിംഗ് ഓർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസും ഡിസഡ്വാൻറ്റേജസുമാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്തത്. ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആക്ച്വൽ കോസ്റ്റിംഗ് ഓർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് സിസ്റ്റത്തിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് serves as yardsticks against which actual costs are compared to know the reasons of inefficiencies. Standard cost serves as yardsticks. Then സ്റ്റാൻഡേർഡ് കോസ്റ്റ്സിനെ യാർഡ് സ്റ്റിക്സ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ച്വൽ കോസ്റ്റ്സിനെ കമ്പയർ ചെയ്ത് ഇൻഎഫിഷ്യൻസീസിൻ്റെ റീസൺസ് അറിയാനായിട്ട് കഴിയുന്നു. ദ സിസ്റ്റം ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്
ഈസ് യൂസ്ഫുൾ ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൻ്റെ സിസ്റ്റം എല്ലാ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിലും യൂസ്ഫുൾ ആണ്. ബട്ട് ഇറ്റ് ഈസ് മോർ കോമൺലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസിംഗ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്ട്സ് വിച്ച് ആർ റെപ്പറ്റേറ്റീവ് ഇൻ നേച്ചർ. Thus, standard costing is more widely applied in process and engineering industries. Standard costing system all type of industries-ൽ യൂസ്ഫുൾ ആണ്. ബട്ട് അത് മോർ കോമൺലി യൂസ് ചെയ്യുന്നത് റെപ്പറ്റേറ്റീവ് നേച്ചറിലുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിലാണ്. ദസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മോർ വൈഡ്ലി അപ്ലൈ ചെയ്യുന്നത് പ്രോസസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസിലാണ്. ഓക്കെ, it is not suitable for job order industries. Standard costing job order industries-ന് suitable അല്ല. Even in jobbing industries where jobs differ from each other, there is a considerable scope of this system of costing. Job order industries-ന് standard costing suitable അല്ല എങ്കിലും jobbing industries-ൽ ജോബ്സ് ഡിഫർ ഫ്രം ഈച്ച് അതർ, ജോബ്സ് ഡിഫറെൻ്റ് ആണ് എങ്കിൽ അവിടെ ഈ സിസ്റ്റം ഓഫ് കോസ്റ്റിങ്ങിന്, ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റത്തിന് ഒരു കൺസിഡറബിൾ സ്കോപ്പ് ഉണ്ട്. ഓക്കെ, പ്രോഡക്റ്റ് ഇൻ സച്ച് ഇൻഡസ്ട്രീസ് മൈറ്റ് നോട്ട് ബി ഓഫ് എ റെപ്പറ്റേറ്റീവ് ആൻഡ് സ്റ്റാൻഡേർഡ് നേച്ചർ. സ്റ്റിൽ ദ ഓപ്പറേഷൻസ് പെർഫോംഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ ജോബ്സ് വുഡ് ബി ഓഫ് റെപ്പറ്റേറ്റീവ് നേച്ചർ ആൻഡ് സ്റ്റാൻഡേർഡ് ക്യാൻ ബി ലേഡ് ഡൗൺ ഫോർ ദ ഓപ്പറേഷൻസ് പെർഫോംഡ്. ഈ ജോബിംഗ് ഇൻഡസ്ട്രീസിലെ പ്രോഡക്റ്റ് റെപ്പറ്റേറ്റീവോ സ്റ്റാൻഡേർഡ് നേച്ചർ ഉള്ളതോ ഒന്നും ആയിരിക്കില്ല. സ്റ്റിൽ ഈ ജോബ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷൻസ് റെപ്പറ്റേറ്റീവ് നേച്ചർ ഉള്ളതായിരിക്കും. ദെൻ ആ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിന് സ്റ്റാൻഡേർഡ്സ് ലേ ഡൗൺ ചെയ്യും. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ദ ജോബ് ക്യാൻ ബി അസർട്ടൈൻഡ് ബൈ ആഡിങ് അപ്പ് ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ദ ഓപ്പറേഷൻസ് ഇൻവോൾവ് ഇൻ ദ ജോബ്. അപ്പോൾ ഈ ജോബിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓപ്പറേഷൻസിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റുകളെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ദി ജോബ് അസർട്ടൈൻ ചെയ്യും. Comparison of the actual cost and the standard cost of the operations will be helpful in controlling the cost of the operations and therefore of job cost too. ഈ ഓപ്പറേഷൻസിൻ്റെ ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും കമ്പയർ ചെയ്യുന്നത് ഓപ്പറേഷൻസിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഈ ഓപ്പറേഷൻസിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് വഴി ജോബിൻ്റെ കോസ്റ്റും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, hope you all understand about standard costing. Thank you.